അതാണ് ഇലക്ഷൻ നടക്കണ അതെ അതെ ഞാൻ തൊപ്പി കാസ്ട്രോക്കെയാണ് സ്ഥാനാർത്ഥികൾ. വോട്ട് ചെയ്യണേ നീ എനിക്ക് പിന്നെ നമ്മള് വോട്ടില്ലാടേ. എടാ നമുക്ക് പണ്ടത്തെ പോലെ ഇലക്ഷൻ നടത്തണ്ട അവിടെ. അണ്ണാ അതൊന്നുമല്ല അണ്ണാ, ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഡബ്ല്യു സാധനമാണ് കേട്ടോ. ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ വെച്ചിട്ട് ഒരു മന്ത്രിയാണ് ശരിക്കും കുറെ കുണ്ണാളുണ്ട് ഒരു മന്ത്രി ഒന്നും നടക്കത്തില്ല ഇവിടെ. എന്ത് മറ്റേ മേയറോ? മേയറിനെ കൊണ്ടുവരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യായിരുന്നു നമുക്ക് കേട്ടാ. അണ്ണാ ഞാൻ മത്സരിച്ചായിരുന്നു. അണ്ണന്റെ അഭിപ്രായം എന്താണ്? നീ മത്സരിച്ച ആളിയെ ഞാൻ എന്തായാലും മത്സരിക്കല്ലോ. അപ്പൊ നീ എന്തായാലും തോക്കും. അല്ല അണ്ണ മത്സരിക്കണെങ്കിൽ അണ്ണന് ഒരു വോട്ട് കിട്ടാൻ പോകില്ല. സത്യം പറയാലേ. അതെന്തിനു വർത്താനാടാ? എത്ര പേരുണ്ട് ഇവിടെ? എല്ലാ ഗ്യാങ്ങിനായിട്ട് അടി ബഹളം. അണ്ണാ ഞാൻ പറഞ്ഞ എല്ലാ ഗ്യാങ്ങിയുടെ സൗമ്യത മാത്രമാണ്. അണ്ണാ ചോദിച്ചോ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോ ടിവിയില 25 വോട്ട് പോലും കിട്ടാതെ ഞാൻ തോറ്റു പോണത്. അയ്യോ അന്ന് ഞാൻ ഗ്യാങ് പിരിച്ചുവിടല്ലോ. അണ്ണ എന്റെ വകയിലൊരു ആന്റി ഉണ്ടായിരുന്നേ. പുള്ളിക്കാരത്തിന്റെ വാർഡില് പുള്ളിക്കാരി ഒരുക്കി നിന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഇങ്ങനെ, അതായത് ഈ വോട്ടിങ്ങിന് മുന്നേ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ കൂടത്തില് ഈ മറ്റേ വീട്ടിലൊക്കെ പുള്ളിക്കാരത്തി ഭയങ്കര ട്രീറ്റ് ചെയ്യും കേട്ടോ. അതായത് നെയ്യപ്പം, അച്ചുമുറുക്ക് ഇതൊക്കെ കൊടുത്തങ്ങ് ട്രീറ്റ് ചെയ്യും സംഭവം. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ വരുമായിരുന്നു. മിനിമം ഒരു 50-60 പേരെങ്കിലും വരുമായിരുന്നു. വോട്ടിന്റെ ഇത് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഭയങ്കര കുറവ്, ഭയങ്കര കുറവ്. ഇനി ഇവിടെ മുറുക്കും ഇല്ല, അരിയും ഇല്ല, പറയൂല, പോടി മുണ്ടൊക്കെയാണ് പറഞ്ഞ് സത്യം നടന്നാലും റിയൽ ലൈഫില് അവർക്ക് വേ വരൂലേ. ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. മറ്റേ പോസ്റ്റർ അടിക്കണൊക്കെ. പിന്നെ പഞ്ചായത്ത് അല്ലേ? പഞ്ചായത്താണ് മറ്റേ ഏറ്റവും ചെറിയ ഇലക്ഷൻ ഏതാണ്? ഏറ്റവും ചെറിയ ഇലക്ഷൻ പിന്നെ സംസാരിച്ച വീട്ടിൽ കയറി വെട്ടുവേ. നാട്ടിൽ ഒരു 10 അതാണ് പ്രശ്നം. ഇതിപ്പോ സാബുഗുരു ഫാമിലി ആയിട്ട് വന്ന് നമ്മളെ എല്ലാരും ഒന്ന് വിളിച്ചോണ്ട് പോകും. ഷെയ്ക്ക് വിളിച്ചോണ്ട് പോവാ ഞങ്ങളെ. ഞാൻ ഷെയ്ക്കിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അണ്ണ വേറെ അറിഞ്ഞ സാബുഗുരു തൂങ്ങാൻ കയറിയെന്നാ അറിഞ്ഞത്. അതെന്താ? സാബുഗുരുടെ പരിപാടിക്ക് ഇത്ര ഓവല്ലായിരുന്നല്ല. ഇത് സിറ്റിയിൽ കണ്ട ബിൽഡിങ്ങിലെല്ലാം അണ്ണന്റെയും മറ്റേ കാറിനോടെയും തൊപ്പിയിലൊക്കെ പടത്തില്ലേ. ഹലോ പറഞ്ഞോ. മല്ലയ്യ പറഞ്ഞോ. എല്ലാം പുറത്ത് എല്ലാവർക്കും മനസ്സിലായിട്ട് ഓരോ ചെണ്ടി ഓരോരുത്തർ തരുന്നില്ല. ഉള്ളതെല്ലാം തീർന്നു. എന്താ എനിക്ക് കേൾക്കുന്നില്ല. എന്റെ കയ്യിലുള്ളതും വരുമാനം എല്ലാം നിങ്ങളെ കൊണ്ട് നാട്ടുകാർക്ക് മനസ്സിലായിട്ട് ഇപ്പൊ ഒരുത്തരും ഒന്നും തരുന്നില്ലാന്ന്. നിങ്ങളുടെ വരുമാനം? ഞാനാണ് ഒഫീഷ്യൽ ചെണ്ടി ഓഫ് എക്സ്ലാൻഡ്. മറന്നോ? ഇൻകം റിവീൽ ആയല്ലേ നിങ്ങളെ? പോയി. ഇതാണ് പറയണേ, ഇന്റർവ്യൂ വരുമ്പോ വീമ്പിളക്കാൻ വേണ്ടിട്ട് എനിക്ക് അത്രയും കിട്ടി ഇത്രയും കിട്ടിയെന്ന് പറയരുത്. എനിക്കിതൊക്കെ അനുഭവമുള്ളല്ലേ. ഇതിപ്പോ ആൾക്കാർ തന്നെ എനിക്ക് നാളെ ഇൻകം ടാക്സ് വരും. ഇതൊക്കെ ഞാൻ നേരത്തെ അനുഭവിച്ചതല്ലേ ഇതൊക്കെ. ഇതിന്റെ പുതിയ സെറ്റപ്പ്. പൈസ എന്റെ പിഴിയാനുള്ള വേറെ വയ്യില്ല. സത്യോ ഇങ്ങനെ പോയ പാസ്വേഡിന്റെ പേര് എഴുതി വെച്ച് നാട്ടാവും. ഞാൻ കൊന്നുകളഞ്ഞ ആൾക്കാരിൽ ലിസ്റ്റിൽ ഒരാളൂടെ വന്നെന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴുള്ള ഇല്ല. കൊല്ലുന്നത് പേരെ, ഞാൻ തൂങ്ങിച്ചാവുന്നത് പേരല്ലേ. മുസ്കിലല്ലേ ആടെ ആ പാലത്തിന്റെ മേലെ താഴേക്ക് ചാടിച്ചാവും. സത്യോ ഈ 1 മണിക്ക് പോകാത്തവന്മാരെല്ലാം ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് ഞാൻ പണ്ടോട്ടെ കേട്ടിട്ടുള്ള. പണിയെടുത്ത് ജീവിക്കണം. നമ്മളൊക്കെ പണിയെടുത്ത് ജീവിക്കണേ. ഞാൻ ഒരു ദിവസം എത്ര നേരം ഗ്രൈൻഡ് ചെയ്തെന്നറിയോ? ഞാൻ പണിയെടുക്കാൻ പോയി. അവിടെ ഇവിടെ വലിയ വലിയ തോക്കുമായിട്ട് വന്നിട്ട് പേടിപ്പിച്ചിട്ട് ഉള്ള ചട്ടി വരെ ഊരി കൊണ്ടുവന്നിട്ട് എന്താക്കണ്ടേ നിങ്ങൾ എന്നെ പറ. അവസ്ഥയാ. അറിയില്ല, കള്ളം പറയാൻ അറിയില്ല, ഒന്നും അറിയില്ല. ദാരിദ്ര്യമാ.
അപ്പൊ പിന്നെ സൂയിസൈഡ് ചെയ്യുന്നത് നല്ലത്. എന്റെ പേര് എഴുതി വെച്ചേ, ചന്ദ്രനോട് എഴുതിയേ. ഇതേ ബ്രോ അവിടെ ഒരു ഹെലികോപ്റ്റർ കാണാം, ചാടി എന്റെ ലീഫി പിടി. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നതാ. ഹലോ ഹലോ വാസോണ്ണ, ആ പറഞ്ഞു തരാ. ഞാൻ ഒരു ജാക്കിയാ. നമ്മളെ ബാബു നമ്പൂതിരിന്റെ അനിയൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നീ ഒരു ജാക്കിയാ? ആ ജാക്കി. ഇതിന്റെ പേരാണോ ജാക്കി? ആ എന്റെ പേരാ ജാക്കി. ഓക്കെ ഓക്കെ, പറഞ്ഞോ. പിന്നെ ബാബു നമ്പൂതിരിന്റെ അനിയൻ എന്റെ അടുത്ത് കൊറേ ദിവസമായിട്ട് നടക്കുക. മൂപ്പരൊന്ന് കിട്ടാൻ വേണ്ടിട്ട് വാസോണ്ണന്റെ കൂടെ ഇന്നൊന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. അന്നേരം വാസോണ്ണനെ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, ഇപ്പൊ 2 മിനിറ്റിൽ മിനി സുനാമി വരും സഹോദര. ഓക്കെ അത് കഴിഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ബാബുവിന്റെ അനിയന് കോള് കട്ടാവൂലേ? മന്ദാരം എന്താണ് പറഞ്ഞ? മന്ദാരം ഒരു കോള് വന്നായിരുന്നു. ബാബുസേട്ടന്റെ മോനാ? ബാബുവിന്റെ അനിയൻ ഇതെന്തോ വരുന്നേ? ബാബുവിന്റെ ഇത് അച്ഛന്റെ അധികത്തിലുള്ളതാണ്. ബാബുവിന്റെ അനിയന് കാണണോന്ന് പറഞ്ഞിട്ട് ഒരു വെറുതെ വിളിച്ചപ്പോ എന്ത്? ഹലോ ഹലോ നീ കണ്ടോ? ഹലോ, ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ ബാബുവിന്റെ അനിയൻ കാണാണ്ട് പോയെ. ബാറ്റു അല്ല, ബാറ്റു അണ്ണൻ വിളിയടാ. ഹലോ പറഞ്ഞോ. കറക്റ്റ്. ഇതെന്താ സുഖല്ലേ? ഇവന്റെ തൊണ്ടക്ക് എന്ത് പറ്റി? സുഖാണല്ലോ. ഇത് ശരിക്കും ബാബുവിന്റെ അനിയനാണോ? മുള്ളിക്കോ? ആ ഇത് വാസുവിന്റെ അനിയനാ. ഞാൻ പറഞ്ഞ നേരത്തെ വിളിച്ചായിരുന്നില്ലേ? മുള്ളിക്ക് സുഖാണ് മല്ലേ? എനിക്ക് സുഖമാണ്. അണ്ണാ നമുക്കേ അവനെ കിണ്ടിട്ട് അവനെ എടുക്കാം. സത്യം കൊള്ളാം. ഇതാവുമ്പോ അവൈലബിളുവാ. ഹലോ ഡേ പ്രശ്നം വെച്ചാ പ്രശ്നം. എടാ ഒരു മിനിറ്റ് പോവേ. നിന്റെ അച്ഛന്റെ പേരെന്തിര്? അച്ഛന്റെ പേര് ജോറു. ജോറു. അമ്മയുടെ പേരാ? റാണി. അമ്മയില്ല. റാണി. മകുലനാ? അതാനി അതുപോലെ എനിക്ക് തന്നെ. മിസ്സായിരുന്നാ? ആ ഓക്കെ. അതാനി മറ്റേ ഇത് അതാനി ഇത് ബാബു. ഞാൻ തന്നെ അണ്ണാ ഇത് ചൈന വേർഷനാ. എല്ലാരും കത്തിയത് കണ്ടോ? എല്ലാരും കത്തിയത്. ഞാനാണ് ലാസ്റ്റ് എത്തിയത്. എത്ര ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ കണ്ടത്? ആ ഒരു ഇത് കണ്ടോ?